വെഹിക്കിളിനകത്ത് എടുത്തു പറയേണ്ട എനിക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ സാധാരണ വെഹിക്കിളിനകത്ത് നമ്മൾ ഡോറ് ഇപ്പോഴത്തെ ഹാൻഡിൽ ബാസിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തൊടുമ്പോൾ വെച്ച് പൊന്തിപ്പോരും അങ്ങനെ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ പെർട്ടിക്കുലർ വെഹിക്കിളിനകത്ത് നമുക്കിവിടെ ബട്ടൺ പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഡോർ ഇത്ര മാത്രമേ തുറക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സെൻസേഴ്സ് ഡിറ്റക്ട് ചെയ്യാണ് ഞാനിവിടെ നിൽക്കുന്ന കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ആംഗിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടുന്ന് മാറിയിട്ട് ഇവിടെ നിന്നാണ് ഞാൻ അമർത്തുന്നത്. അപ്പോൾ ഈ ഡോർ കംപ്ലീറ്റ് ആയിട്ട് തുറക്കും. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഡോറിന് മുമ്പിൽ ആൾ നിൽക്കുമ്പോൾ തുറക്കാതിരിക്കുക, ആ നിൽക്കുന്ന ആൾ ഹേർട്ട് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ വെഹിക്കിൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും, ആ വെഹിക്കിളിൽ തട്ടാതിരിക്കാനായിട്ട് സേഫ്റ്റി ഫീച്ചറാണ്. ആ സെയിം തിങ് നമ്മൾ വെഹിക്കിളിനകത്ത് കയറിയിട്ടും ഡോസ് ക്ലോസ് ചെയ്യാൻ BMW ഇതുപോലെ തന്നെ സെയിം ആയിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെഹിക്കിളിനകത്ത് കയറിയിട്ട് ബ്രേക്ക് ലിവേഴ്സ് നമ്മൾ ചവിട്ടുമ്പോൾ പെഡൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ദ ഡോർ ഇസ് ഗെറ്റിംഗ് ക്ലോസ്ഡ്. അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ ഡോറ് അകത്തുനിന്ന് തുറക്കാനും ഒരു കൺവെൻഷണൽ വേ യൂസ് ചെയ്യാതെ നമുക്ക് തുറക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഡോറ് അടയ്ക്കാനും ഇതെല്ലാം ഒരുപാട് ഇംപ്രസീവ് ആയിട്ടുള്ള ഫീച്ചർ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ദീസ് ഓൾ ആർ മേക്കിംഗ് തിങ്സ് മച്ച് മോർ ഈസിയർ. സോഫ്റ്റ് ക്ലോസ് ഡോർസ് ആയ കാരണം നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ ഡോർ പ്രസ് ചെയ്യുന്നു, ദ ഡോർ ഇസ് ഗെറ്റിംഗ് ക്ലോസ്ഡ് ബൈ ഇറ്റ് സെൽഫ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് BMW ആപ്പ് വഴി നമുക്ക് ഈ കാർ കംപ്ലീറ്റ് ആയിട്ട് കുറേ ഫീച്ചേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. റിമോട്ട് കൺട്രോൾ പാർക്കിംഗ് എന്നുള്ള ഫീച്ചറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വെഹിക്കിൾ ഇപ്പോൾ എന്തെങ്കിലും കൺജസ്റ്റഡ് ആയിട്ട് സ്പേസിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് വെഹിക്കിൾ മുന്നോട്ട് എടുക്കണം, പാർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു ആവശ്യം വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിനാ കൂടി ഒരു മാൻഡേറ്റ് ആയിട്ട് BMW പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ ഈ യൂസർ ഉണ്ടായിരിക്കണം. അതാണ് കമ്പനി പറയുന്നത്. പക്ഷേ പുറത്ത് രാജ്യത്തൊക്കെ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലിരുന്നോ വീട്ടിലിരുന്നോ ഈ വെഹിക്കിൾ പാർക്കിങ്ങിലേക്ക് ഇടാനും എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ത്യയിൽ ഡ്യൂ ടു ദ സെക്യൂരിറ്റി റീസൺസ് കുറേ ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ടില്ല. ബട്ട് വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. നിയർ ഫ്യൂച്ചറിൽ തന്നെ BMW ആ ഒരു ഇന്ത്യൻ കൺട്രീസ് ഇന്ത്യൻ റെസ്ട്രിക്ഷൻസ് മാറ്റി നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ലെഗ് റൂം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറ്റ്സ് ക്വൈറ്റ് എ ഗുഡ് സ്പേസ്. എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു പ്രോപ്പർ സലൂൺ വേർഷനാണിത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഷോഫർ ഡിഫറെൻറ്റ് വെഹിക്കിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഷോഫറിനൊരു പ്രിഫറൻസ് കൊടുക്കുന്ന വെഹിക്കിളാണ് ഡ്രൈവിങ്ങിന്. സോ ബാക്കിലിരിക്കുന്ന പാസഞ്ചറിന് അത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് വെഹിക്കിൾ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ചെറിയൊരു സ്ക്രീൻ കാണാം. നമുക്ക് ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് മൊബൈൽ സ്ക്രീനിൻ്റെ സൈസുള്ള സ്ക്രീൻ കാണാം. ഇതിനകത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ ഒരുപാട് കൺട്രോൾസ്, സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ മസാജിങ് ഫെസിലിറ്റി, അതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് BMW കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റിക് കൺട്രോൾ, AC-യുടെ കൺട്രോൾ സെറ്റിങ്സ് ഉണ്ട്. നമുക്കത് സീറ്റിനകത്ത് ബ്ലൈൻഡ്സ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ മസാജുള്ള ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ റിലാക്സ്. ദർ ഇസ് എ ക്വൈറ്റ് ഫ്യൂ ഗുഡ് ഓപ്ഷൻസ്. ഷോൾഡർ, ഹോൾ ബോഡി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് എന്ന് തന്നെ പറയാം. ബാക്ക് സീറ്റിലിരിക്കുന്ന 2 പേർക്കും കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു സ്ക്രീൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാം. ഈവൻ നിങ്ങൾക്കൊരു വീഡിയോ കോൺഫറൻസിങ് പോലും നടത്താനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ നമുക്കിതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഇപ്പോൾ ഒരു ഫോണിലൊരു ചെറിയ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നതിനും എത്രയോ ബെറ്ററാണ് ഇങ്ങനത്തെ ഒരു വലിയ സ്ക്രീൻ നമുക്കുള്ളപ്പോൾ നോക്കിയിരിക്കാനുള്ള ഓപ്ഷൻ. സോ BMW ഹാസ് ഡൺ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ലക്ഷറി ഇൻ ദിസ് പെർട്ടിക്കുലർ വെഹിക്കിൾ. ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്ത് വെഹിക്കിളിനെ കംപ്ലീറ്റ്ലി പവർ പാക്ഡ് ആണ് ഈ വെഹിക്കിൾ. ഇപ്പോൾ കോമ്പറ്റീഷനിൽ ഈ സെഗ്മെൻറ്റിൽ Audi A8 അല്ലെങ്കിൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ S ക്ലാസ് എന്നുള്ള വെഹിക്കിളാണ് 7 സീരീസിനായിട്ടുള്ള കോമ്പറ്റീഷൻ വരുന്നത്. ഇറ്റ്സ് എ വെരി ടഫ് കോമ്പറ്റീഷൻ. മെഴ്സിഡീസ് ആയാലും Audiയിലും ഒരു ക്വൈറ്റ് ടഫ് കോമ്പറ്റീഷനിൽ നിൽക്കുമ്പോൾ തന്നെ BMW ഹാസ് ഡൺ എ ക്വൈറ്റ് ഗുഡ് ജോബ്. കംപ്ലീറ്റ്ലി പവർ പാക്ഡ് ആണ് ഈ വെഹിക്കിൾ. സി ഓൾ ദ ഫീച്ചേഴ്സ് ഇസ് ഹിയർ, എവറിത്തിങ്, എ പ്രോപ്പർ ഗുഡ് സ്ക്രീൻ, കുഷനിങ് സീറ്റ്സ് എല്ലാം ഉണ്ട്. സോ ദിസ് ഇസ് എ നമുക്ക് ഈ ബാക്ക് സ്പേസ് ആണ് നമുക്ക് എൻജോയ് ചെയ്യാൻ ഒന്നുകൂടിയും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ലൈനപ്പിൽ ഉണ്ടെന്നുണ്ട്. ഈ 2024 സാവുചേട്ടന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏത് ബ്രാൻഡിനാണ് മോഡൽസ് വരാതിരിക്കുന്നത്? ഞാൻ ഓൾറെഡി മെക്കാനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, മാർച്ചിലാണ് ഒഫീഷ്യൽ ലോഞ്ച്. ഇപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം റൈറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മെക്കാൻ ഇസ് ഗോയിങ് ടു ബി എ വെരി
ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം പോർഷയെ സംബന്ധിച്ച്. BMW സംബന്ധിച്ച് അതിലും വലിയൊരു പ്രതീക്ഷയാണ് എനിക്ക്. കാരണം i5 കാരണം 5 സീരീസ് ആണ് BMW ഒരു നല്ലൊരു സിഡാൻ കാറിൽ വളരെ നല്ലൊരു ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. പക്ഷേ ഈ തവണ i5 എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലാണ്. അത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. അത് ഇന്ത്യയിലേക്ക് വരുന്നു. സെക്കൻഡ്, ഓൾറെഡി ഞങ്ങളത് എക്സ്പീരിയൻസും ചെയ്തു. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളും ഇവിടെ വേൾഡിലെ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ഒരു കോൺഫറൻസിൽ ഞങ്ങൾക്കത് ഓടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ റേഞ്ചും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ എല്ലാം വളരെ നീറ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പസ്റ്റൻ എഞ്ചിൻ, അതും ലോങ് വീൽ ബേസിലാണ് ഈ തവണ വരുന്നത്. 5 സീരീസ് അത് ഏകദേശം പഴയ 7 സീരീസിൻ്റെ അത്രമെങ്കിലും വലിപ്പം ഉണ്ടാവും. ഇപ്പോഴത്തെ മെഴ്സീസിൻ്റെ ഈ ക്ലാസ് ലോങ് വീൽ ബേസ് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ഈ കൊല്ലം. തീർച്ചയായിട്ടും. അത് പക്ഷേ വരുന്നത് സെപ്റ്റംബറിന് അനുബന്ധിച്ചാണ്. ഒരു വളരെ അഗ്രസീവ് ആയിരിക്കും. അതായത് പ്രൈസ് ആയാലും ഈവൻ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ആയാലും പ്രത്യേകിച്ച് ലോങ് വീൽ ബേസും കൂടി ആവുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്ന രണ്ടൊരു ഇതാണ്. പിന്നെ ഓഫ് കോഴ്സ് സ്കോഡയെ സംബന്ധിച്ച് സ്കോഡയും കൊണ്ടുവരുന്നുണ്ട്. എനിയാക്ക് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അവർ വരുന്നുണ്ട്. അതൊരു ലിമിറ്റഡ് നമ്പേഴ്സാണ്, അത് വരുന്നുണ്ട്. പിന്നെ സ്കോഡയെ സംബന്ധിച്ച് വോക്സ് വാഗനെ സംബന്ധിച്ച് ID4 വരുന്നുണ്ട്. ID4ഉം ഈ പറയുന്ന ഈ വർഷം തന്നെ ഒരു ദിവാലി ടൈമോടുകൂടി ഉണ്ടാവും. പിന്നെ സിട്രനെ സംബന്ധിച്ചാണെങ്കിലും അവരും ഇലക്ട്രിക്കലിൻ്റെ ഇപ്പോൾ C3 വന്നു. C3 എയർക്രോസ് ഇലക്ട്രിക്കലിൽ വരാനുള്ള ഇത് കാണുന്നുണ്ട്. പിന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇപ്പോൾ വരും. C4 ആണെന്നുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ പേരിലായിരിക്കും അവർ ഇറക്കുന്നത്. അതും ഇലക്ട്രിക്കലിൽ വരാനുണ്ട്. അപ്പോൾ എല്ലാ ബ്രാൻഡ്സിനും MG തന്നെ നോക്കിയാൽ MGക്കും കുറേയധികം ചേഞ്ചസ് വരുന്നുണ്ട്. അവരും കുറേയും കൂടി അഗ്രസീവായിട്ട് ഇലക്ട്രിക്കലിൽ വരാൻ സാധിക്കും. പ്ലസ് BYD ഈസ് ആൻ ഇലക്ട്രിക്കൽ ബ്രാൻഡ് അതിലും പല പ്രൊഡക്ട്സും അവർ ലോങ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ BYDയിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടത് ഇന്ത്യക്കാർക്ക് വളരെ പുതിയൊരു ബ്രാൻഡാണ്. പക്ഷേ വളരെ നന്നായിട്ട് വെൽക്കം ചെയ്ത ബ്രാൻഡിനെ. ഒരുപാട് വെഹിക്കിൾസ് റോഡിൽ കാണാം. അപ്പോൾ നേരത്തെ ഇലക്ട്രിക്കൽ പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മളിപ്പോൾ പുറത്ത് റോഡിൽ ഇറങ്ങുമ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ടാറ്റ ഓഫ് സിട്രോൺ. ഈ രണ്ട് ബ്രാൻഡ്സാണ് ഞാൻ കാണുന്നത്. ഹൗ ഇസ് സിട്രോൺ കോമ്പറ്റീഷൻ ഗോയിങ്? എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് വരുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസിൽ? സിട്രൺ ആസ് എ ബ്രാൻഡ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം 3-4 വർഷമാകുന്നു. അപ്പോൾ ഏകദേശം ആ കോവിഡിൻ്റെ ലോഞ്ചും കോവിഡും ഒക്കെ ഒരുമിച്ചായിരുന്നു. അന്ന് C5 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് C3 വന്നത്. C3 വന്നപ്പോൾ C3യിലുള്ള ഏറ്റവും ഒരു നെഗറ്റീവ് പറ്റിയത് C3യിൽ ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. ഓക്കെ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെട്രോസിലൊക്കെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് കാറാണ് കേരളത്തിൽ അതൊരിപ്പോൾ ഒരു 75% ഓട്ടോമാറ്റിക്കാണ്. ഇന്നിപ്പോൾ ഇവൺ മാരുതി നോക്കിയാലും ഈവൺ ഏത് ബ്രാൻഡ് എടുത്താലും 75% ഓട്ടോമാറ്റിക് കാർസാണ് ഇവിടെ കേരളത്തിൽ വിൽക്കുന്നത്. അപ്പോൾ അതൊരു സൈഡ്. സിട്രനെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക് ഇല്ല, മാനുവൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാച്ചുറലി ഇപ്പോൾ അതിനായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന പല പ്രൊഡക്ട്സും, ഇപ്പോൾ നിസാൻ മാഗ്നറ്റ് ആയാലും അതുപോലെ ടാറ്റയുടെ പഞ്ചായാലും ഇവർക്കെല്ലാം ഓട്ടോമാറ്റിക്കും പല ഡീസലും പല വേരിയൻസ് ഉണ്ട്. ഡീസൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് പലതിനും. അപ്പോൾ എന്തായാലും ഇവർക്ക് ഇങ്ങനെയൊരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഇവർ ഒരു ലിമിറ്റഡ് നമ്പേഴ്സിൽ അവർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങളാണെങ്കിലും കേരളത്തിൽ വി ആർ സ്പ്രെഡഡ് അക്രോസ്. ഇപ്പോൾ നമ്മുടെ പുതിയ നെറ്റ്വർക്കുകൾ പലയിടത്തും വരുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂരും കോട്ടയവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എറണാകുളത്ത് തന്നെ ഇപ്പോൾ പെരുമ്പാവൂർ സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രത്തും കാലിക്കറ്റുമായി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ ഇലക്ട്രിക്കൽ, ഇപ്പോൾ C3യുടെ ഇലക്ട്രിക്കൽ തന്നെ നോക്കുമ്പോൾ അത് ലിമിറ്റഡ് സപ്ലൈ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ കുറവായിരുന്നു. ഏകദേശം ഒരു 5 വണ്ടി 10 വണ്ടി താഴെയായിരുന്നു ഞങ്ങൾക്ക് സപ്ലൈ. പക്ഷെ എന്നാൽ ഡിമാൻഡ് വളരെ കൂടുതലും. കാരണം അവിടെ ആ റേഞ്ചിൻ്റെ ആങ്സൈറ്റി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ വിലയിലാണെങ്കിലും വളരെ കോമ്പറ്റീറ്റീവാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്നാൽ സപ്ലൈ ഇല്ലെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സപ്ലൈ ഇല്ല എന്നുള്ള ഒരു കൺസ്ട്രെയിൻ അറിയുന്നില്ല. നോക്കുമ്പോൾ കുറച്ച് വണ്ടി റോട്ടിൽ കാണുന്നു, എന്നാൽ അധികം ഇറങ്ങുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ C3യുടെ സപ്ലൈയും കൂടിയിട്ടുണ്ട്.
മീൻസ് അവർ ഈ കമ്പനി ആ ഒരു ഇഷ്യൂ മനസ്സിലാക്കി. ഏകദേശം ഫെബ്രുവരിയോട് കൂടി അത് ഫുൾ നോർമലൈസ് ചെയ്യും. വളരെ ലാർജ് സ്കെയിലിൽ അവർ സപ്ലൈ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നാച്ചുറൽ, എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ വിൽക്കുന്നതിൻ്റെ ഒരു 5 times ഗ്രോത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സ്റ്റാലൻറ്റിസ് ഗ്രൂപ്പാണ് ഈ സിട്രൺ ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജീപ്പിനെ അവർ അക്വയർ ചെയ്തു. അപ്പോൾ ജീപ്പും ഒരു സെയിം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ജീപ്പും ഏകദേശം നമ്മൾ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. തൃശ്ശൂരാണ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ, തൃശ്ശൂരും കോട്ടയം ആദ്യമായിട്ട് നമ്മളിപ്പോൾ വരുവാണ്. സിട്രൻ്റെ ഷോറൂമിൻ്റെ ഒരു സൈഡായിട്ട് തന്നെ സെയിം ഷോറൂമിൽ തന്നെയാണ് വരുന്നത്. പ്ലസ് സർവീസും നമുക്ക് കോമൺ ആയിട്ടാണ് പോകുന്നവർ. അപ്പോൾ അവർ അങ്ങനെ പ്ലാറ്റ്ഫോം പല രീതിയിലുള്ള ഷെയറിങ്സും നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഷോറൂംസും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അവർ ഷെയർ ചെയ്താണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ സാവുചേട്ടനെ ഞാൻ ഇന്ന് കാലത്ത് 6 മണിക്ക് പിടിച്ചിരിക്കുന്നത് ഇവിടെ. സാവുചേട്ടൻ ഒരു ജാനുവരി 26 ആണ്. പുള്ളി വളരെ അഗ്രസീവായിട്ട് മാരത്തോൺ റൺസിനൊക്കെ പങ്കെടുക്കുന്ന ഓടി മൂന്നാറ് വാഗമണ്ണൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാണ് സാവുചേട്ടൻ്റെ അടുത്ത്. ഞാൻ 2 മണി ചോദിച്ചു സാവുചേട്ടന് ഫ്രീ ആക്കാം. ഓക്കെ. എനിക്ക് സാവുചേട്ടൻ്റെ ടൈം റെസ്ട്രിക്ഷൻ അറിയാം. നമുക്ക് സന്തോഷമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കൂടി ആകുമ്പോൾ. അതും ശങ്കറിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും പലരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം എനിക്കൊരു ഇൻസ്പിറേഷനാണ്. പ്ലസ് ഓഫ് കോഴ്സ് ഇത് പല ഇൻഫർമേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഐ ആം വെരി ഹാപ്പി ടു സ്പെൻഡ് മോർ ടൈം. ആൻഡ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഞാൻ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ റണ്ണിങ് ഈസ് മൈ ഒരു റീസെൻ്റായിട്ട് തുടങ്ങിയ ഒരു പാഷനാണ്. അല്ലെങ്കിൽ ഞാൻ സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ടേബിൾ ടെന്നീസ് അസോസിയേഷൻ ഇപ്പോൾ കേരള പ്രസിഡന്റും കൂടി ആക്കി വെച്ചേക്കുവാണ് എന്നെ. പിന്നെ അത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഏതെങ്കിലും ഒരു സ്പോർട്സിൽ കുറച്ച് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കണമെന്നുള്ളതിൽ. തീർച്ചയായിട്ടും സാവുചേട്ടൻ്റെ പോലത്തെ ഒരു പബ്ലിക് ഫിഗർ ഇങ്ങനത്തെ ഒരു ഇത് പ്രൊമോട്ട് പറയുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ബി ഫോളോയിങ് ഇറ്റ്. ലോട്ട് ഓഫ് പീപ്പിൾ എന്ന് ഞാൻ പറയുന്നതിലുപരി ഇപ്പോൾ ഞാൻ സാവുചേട്ടൻ്റെ ഡീലർഷിപ്പിൽ വന്ന മുതൽ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. യു ആർ ക്വൈറ്റ് ഗുഡ് വിത്ത് യുവർ സ്റ്റാഫ്, എവരി വൺ ഇസ്. പക്ഷേ സാവുചേട്ടൻ്റെ ഒരു ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ എനിക്ക് എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, സോവിൻ. അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്ക് പലരും, ഇപ്പോൾ ഞാൻ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിന് പലർക്കും വണ്ടി എടുക്കാൻ വന്നപ്പോഴും പല എക്സിക്യൂട്ടീവായിട്ട് സംസാരിക്കുമ്പോഴും അവർക്ക് സാവുചേട്ടനെ പറ്റിയിട്ട് പറയുമ്പോൾ ദേ ആർ ക്വൈറ്റ് എക്സൈറ്റഡ്. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ് തിങ്? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഏതൊരു ഓർഗനൈസേഷൻ്റെ എടുത്താലും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫാണ്. മീൻസ് ഓഫ് കോഴ്സ് എൻ്റെ പല സ്റ്റാഫും എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. കാരണം ഞാൻ അവരെ ലിസൺ ചെയ്യാനുള്ള ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവർക്കുള്ള ഫ്രീഡം കൊടുക്കാറുണ്ട്. അതനുസരിച്ച് അവരുടെ പെർഫോമൻസിലും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. അവരുടെ കൂടെ തന്നെ പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു ചലഞ്ച് വന്നാൽ അവരുടെ കൂടെ തന്നെ ഞാനത് ഫേസ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഇഷ്യൂ ആണെങ്കിൽ പോലും ഓഫ് കോഴ്സ് അവർക്കുള്ള സപ്പോർട്ടും ഗൈഡൻസും ഞാൻ കൊടുക്കും. അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. മാത്രമല്ല അവരെ സംബന്ധിച്ച് അവരുടെ ഗ്രോത്തും കൂടി ഞാൻ നോക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ ചിലരൊക്കെ വളരെ ജൂനിയർ ലെവലിൽ വന്ന് അവിടെ നിന്ന് സീനിയർ മാനേജറും ഓപ്പറേഷൻ ഹെഡുമായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ പ്ലസ് മാക്സിമം അവർ പെർഫോമർ ആണെങ്കിൽ അവർക്ക് ഗ്രോ ചെയ്യാനുള്ളൊരു സ്പേസ് ഞാൻ കൊടുക്കാറുണ്ട്. മാത്രമല്ല അവർ പല രീതിയിലും അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അവരുടെ ഓഫ് കോഴ്സ് അവരുടെ ഫിനാൻഷ്യൽ സൈഡാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ആണെങ്കിലും എൻ്റെ കൂടെ തന്നെ അവർ ഗ്രോ ചെയ്യണം. ഇപ്പോൾ ഒരാൾ വളരുമ്പോൾ ഒരു സ്ഥാപനം വളരുമ്പോൾ അതനുസരിച്ച് അവിടുത്തെ വ്യക്തികളും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നിൽക്കുന്നവരും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ആഗ്രഹം പോലെ തന്നെ വളർന്നു വലുതാവണമെന്നൊരു ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അല്ല, ഞാനത് വളരെ എനിക്ക് ജെന്യൂനായിട്ടാണ് നിങ്ങളുടെ സ്റ്റാഫ് പറയുന്നത്. വെച്ചാൽ പലപ്പോഴും ഇപ്പം ഇന്ന് വന്നപ്പോൾ തന്നെ ഇമാനുവൽ എന്നുള്ള വ്യക്തി സോവിൻ്റെ വളരെ നാളായിട്ടുള്ള സുഹൃത്താണ്. സോവിൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലപ്പോഴും സാവുചേട്ടൻ ഇല്ലാത്തപ്പോഴും ഞാനിവിടെ സർവീസിൻ്റെ കാര്യങ്ങൾ ഫ്രണ്ട്സിൻ്റെ ബൈക്കോ കാറൊക്കെ സർവീസ് വരുമ്പോഴും ഒരു സർവീസ് അഡ്വൈസർ ആയാലും ആരായാലും സാവുചേട്ടനെ പറ്റി പറയുമ്പോൾ സാവുചേട്ടൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ തരുന്ന ഒരു കൺസിഡറേഷൻ മാത്രമല്ല അവർ കാണിക്കുന്നത്. ദേ ആർ ക്വൈറ്റ് അവർക്കൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് സാവുചേട്ടൻ പേഴ്സണലി. കൺഗ്രാറ്റ്സ് ഫോർ ദാറ്റ്. താങ്ക് യു. ഓക്കെ. പിന്നെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഏത് വണ്ടി സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ചൊരു ടിപ്പിക്കൽ അല്ലെങ്കിൽ കൺവെൻഷണൽ സാധനങ്ങൾ നോക്കിയിട്ടാണ് ഒരാൾ വണ്ടി വാങ്ങുന്നത്. 0 to 100, അല്ലെങ്കിൽ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ 100 to 0, ഇലക്ട്രിക്കലി വന്നപ്പോൾ ഇത്ര റേഞ്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് വണ്ടി ഡിസൈഡ് ചെയ്യുന്നത്. ഈ വരുന്ന ഫ്യൂച്ചറിൽ
ഫ്ലൈയിങ് കാർസിനെ പറ്റിയൊരു കോൺസെപ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതൊരു കോൺസെപ്റ്റ് ആയിട്ട് മാത്രം നിൽക്കുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിന് ചാൻസ് കാണുന്നുണ്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ? ഞാൻ 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ ചോദിക്കുന്നത്. നിയർ ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 2030 ആകുമ്പോഴേക്കും റിയൽ ആയിട്ട് ഫ്ലൈയിങ് കാർസ് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. ഹുണ്ടായി ആണെങ്കിലും പല ബ്രാൻഡ്സും അതിൻ്റെ അകത്ത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിൽ റിസർച്ചസ് ചെയ്ത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജസിൽ യൂട്യൂബ് വീഡിയോസൊക്കെ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഫ്ലൈയിങ് കാർസ് ഉണ്ടാവും. കാരണം ലക്ഷറീനെ ഒരു റീഡിഫൈൻ ചെയ്യണമെങ്കിൽ, കാരണം ഇലക്ട്രിക്കൽ കാർസിൽ ഇപ്പോൾ പലരും ഇപ്പോൾ ഒരു നോർമൽ ഒരു സാധാ ഒരു ബ്രാൻഡിനാണെങ്കിൽ പോലും കുറേ അധികം ഫീച്ചേഴ്സ് ഈ പറയുന്ന ഓട്ടോ ഡോർ ക്ലോസിങ്, അല്ലെങ്കിൽ പല ചൈനീസ് ബ്രാൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സസ്പെൻഷൻ മൂവ് ചെയ്യുന്നതും മുതൽ യു നെയിം സ്പീഡാണെങ്കിലും ബ്രേക്കിംഗ് ആണെങ്കിലും, കാരണം ഇതെല്ലാം മോട്ടർ ആവുമ്പോൾ ഈ മോട്ടറിനെ സംബന്ധിച്ച് വേറെ മെക്കാനിക്കലായിട്ട് വേറെ അധികം പാർട്സ് ഇല്ല. അപ്പോൾ ഈ വളരെ സിമ്പിൾ പാർട്സേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇതെല്ലാം വെച്ച് ഓൾമോസ്റ്റ് പെർഫോമൻസ് ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രിക്കൽ കാർസിൻ്റെയും മോർ ഓവേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും. കുറച്ചൊക്കെ ഡിഫറൻസ് ചാർജിങ് ടൈം ആണെങ്കിലും അതും മോർ ഓവർ സെയിം ആയിരിക്കും. റേഞ്ചും ഈ ബാറ്ററിയുടെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ വെച്ചിട്ട് മോർ ഓവർ സെയിം ആയിരിക്കും. പക്ഷേ ഇതിലെല്ലാം അപ്പോൾ ലക്ഷറി സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചെറിയ കാറും മേടിക്കുന്ന ഒരാളും ഒരു ലക്ഷറിയിലേക്ക് വരുമ്പോൾ, ഒരു BMW വരുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് തിങ്സ്. സേഫ്റ്റിയിലും ഒരു പരിധിവരെ ഇതെല്ലാം മാച്ച് ചെയ്യും. പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് ഈ ലക്ഷറി എന്നുള്ളതൊരു റീഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ റീഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫ്ലൈയിങ് കാർസ് വരണം. അതുമാത്രമല്ല, ഈ കാറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഓട്ടോണമസ് കാർസ് വരുന്നുണ്ട്, സെൽഫ് ഡ്രൈവിംഗ് ആണ്. അതിലെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടെസ്ലയൊക്കെ ഓൾറെഡി യൂറോപ്പിലും ഈ പറയുന്ന അമേരിക്കയിലൊക്കെ ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നാച്ചുറലായിട്ട് അത് ഒരു സർട്ടൺ ടൈമോടുകൂടി ഇന്ത്യയിലും വരും. ഇപ്പോൾ ഉള്ള പല കോമ്പിനേഷൻ ഓഫ് ഫീച്ചേഴ്സിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ബ്രേക്കിംഗ് പറഞ്ഞു, ലൈൻ ചേഞ്ച് അസിസ്റ്റൻസ് പറഞ്ഞു, ഓട്ടോ പാർക്ക് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ ഇപ്പോൾ പല MGയുടെ പ്രോഡക്റ്റ്സ് ആയാലും മഹീന്ദ്രയുടെ പ്രോഡക്റ്റ്സ് ആയാലും ലെവൽ 2 ഓട്ടോണമസും ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ലെവൽ 5 ആണ് ഫേസ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നാവിഗേഷൻ സെറ്റ് ചെയ്യുന്നു, വി ആർ ഔട്ട്, അപ്പോൾ അതൊരു ലക്ഷറിയാണ്. അപ്പോൾ അതാണ് ലക്ഷറി അടുത്ത ഒരു സ്റ്റേജ് വരുന്നത്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ i7 ദർ ഇസ് എ ഹോം തിയേറ്റർ. അപ്പോൾ പല ബ്രാൻഡ്സും ഇപ്പോൾ ഹോം തിയേറ്ററായിട്ടും വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി അതനുസരിച്ചുള്ള ഒരു സിനിമ കാണുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഐമാക്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എഫക്റ്റ്, അതും ക്ലോസ്ഡ് ഒരു റൂമിൽ നിൽക്ക് കിട്ടുമ്പോൾ അതിലും വലിയൊരു എഫക്റ്റാണ്. അപ്പോൾ ആ വൈബ്രേഷൻസും ആ നാച്ചുറലായിട്ടുള്ള പല 3D എഫക്ട്സും പോലെയൊക്കെ കാണുന്ന ആ ഒരു എഫക്റ്റാണ് പല ഇപ്പോൾ കാസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ യാത്ര ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിക്കൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആക്കും. പിന്നെ പോരാനായിട്ട് കാസൊക്കെ ഏകദേശം പലരുടെയും ഇപ്പോൾ ലക്ഷറി പല വീടുകളെടുക്കുമ്പോൾ അതിൻ്റെ കാറും ഒരു വീടിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. പല ഗാരേജസും ഒക്കെ കാറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നു. ലോഞ്ചും അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാതറിംഗ് സ്പേസും ഒരു നല്ലൊരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഏരിയയായി മാറുന്നുണ്ട്. ഇപ്പോൾ കാറും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കാറിൽ തന്നെ ഇരുന്ന് വേണമെങ്കിൽ ഹോം തിയേറ്ററായിട്ട് വീട്ടിൽ വേറെ ഹോം തിയേറ്ററിൻ്റെ ആവശ്യമില്ല, ഇരുന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രിക്കൽ കാർസ് പലരും വീട്ടിന് ഇപ്പോൾ ഉള്ള ഒരു ബാക്കപ്പ് വേണമെങ്കിൽ കാറിൻ്റെ അകത്തുനിന്ന് തന്നെ തിരിച്ച് ഒരു ഇൻവേർട്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് പോലെ തിരിച്ച് വീടിൻ്റെ അകത്തേക്ക് റിവേഴ്സ് പോകും. അപ്പോൾ ഒരു സർട്ടൺ പവർ മതി ഇത്. അപ്പോൾ വീടിനിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ തിരിച്ച് വീടിൻ്റെ പല ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇതിൽ നിന്ന് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ BYDയിലൊക്കെ ഉണ്ട്. പല ബ്രാൻഡ്സും ഇനി അത് ഫോളോ ചെയ്യും. അപ്പോൾ അങ്ങനെ ലക്ഷറീനെ വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ലക്ഷറി റീഡിഫൈൻ ചെയ്യണമെങ്കിൽ ഈ രീതിയും പ്ലസ് അതിൻ്റെ ഒരു എക്സ്ട്രീമാണ് ഫ്ലൈയിങ് കാർ. നെക്സ്റ്റ് ലെവൽ ഓഫ് തിങ്കിങ്ങിൽ കടന്നു കഴിഞ്ഞു ഓൾറെഡി. ദാറ്റ് വാസ് ക്വൈറ്റ് ന്യൂ തിങ് ടു മീ. ഒരു റിവേഴ്സ് ചാർജിങ്ങിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. ഒരു വീട്ടിലെത്തി ഇലക്ട്രിക് വെഹിക്കിൾ വീട്ടിലെത്തി പിന്നെ അവിടെ കിടക്കുകയാണ്, അതിന് ചാർജ് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ സാബുചേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് ആ വെഹിക്കിളിന് സഫിഷ്യൻറ്റ് ചാർജിങ് എടുത്തു കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു സപ്ലൈ ഫോർ യുവർ നീഡ്സ്. നമ്മുടെ വീട്ടിനകത്ത് ആവശ്യമുള്ളൊരു ഇൻവെർട്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇന്നോവേഷനാണ്. നമ്മൾ ചിന്തിക്കാത്ത പോലൊരു കാര്യമാണ് ഇതൊക്കെ. ക്വൈറ്റ് R&D ടീമിൻ്റെ കഴിവാണത്. അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഔട്ട്കംസ് ആണ് ഇങ്ങനത്തെ എല്ലാ ടെക്നോളജീസ്.
സൗജേട്ടാ, അപ്പോൾ ഒരു വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സൗജേട്ടൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ ട്രാവലിംഗ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഡീലർഷിപ്പ് മാനേജ് പറഞ്ഞാൽ ഐ നോ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഒരുപാട് എഫേർട്ടും ഒരുപാട് ഡെഡിക്കേഷനും എല്ലാം വേണം. എന്നാൽ സൗജേട്ടൻ ഡീൽ ചെയ്യുന്ന ബ്രാൻഡ്സ് എല്ലാം ടോപ്പ് നോച്ച് ബ്രാൻഡ്സ് ആണ്. ഓക്കെ, ഓൾ ആർ പെർഫോമിംഗ് ബ്രാൻഡ്സ്. അപ്പോൾ ഹൗ ഡു യു എൻജോയ് യുവർ ടൈം വിത്ത് കാർഡ്സ്? ഒരു പേഴ്സണൽ ടൈം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുമ്പോൾ സെൽഫ് ഡ്രൈവ് തന്നെയാണ് പോവുക, അല്ലെങ്കിൽ ഹൗ ഡു യു പ്രിഫർ? ഞാൻ വളരെ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ അറിയാവുന്നവർക്കറിയാം, വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് കാറും അല്ലെങ്കിൽ ഈവൺ വാട്ട് എവർ ബ്രാൻഡ്സ് ഐ എം യൂസിങ്, അല്ലെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ പെർഫോമൻസ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ചെയ്യേണ്ട പോലെ യൂസ് ചെയ്യുന്ന വ്യക്തി ചെയ്തിട്ടുണ്ട്. കാരണം പല ടെക്നോളജീസും അത് അതിനുള്ള കോൺഫിഡൻസ് തരാറുണ്ട്. നമുക്കിപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ലൈഫാണ്. അപ്പോൾ ആ ലൈഫിനുള്ള കോൺഫിഡൻസ് ഈ ബ്രാൻഡ്സ് ഉപയോഗിക്കുമ്പോൾ യു വിൽ നാച്ചുറലി ഗെറ്റ്. ബ്രേക്കിംഗ് ആയാലും അതുപോലെ ടയറിൻ്റെ ആ ഗ്രിപ്പും വൈഡർ ടയേഴ്സാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഭയങ്കര എടുത്തു പറയേണ്ട സാധനമാണ്. പിന്നെ ഇതിൻ്റെ പവറായാലും അതനുസരിച്ചുള്ള ബ്രേക്കിങ്ങും ഈ പറയുന്ന മറ്റ് പല സേഫ്റ്റികളും, ഈ ഡിസ്റ്റൻസ് ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ ഈ പല കോമ്പിനേഷൻ ഓഫ് ഫീച്ചേഴ്സും നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാം കൂടുമ്പോൾ നാച്ചുറലി ഓടിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് വരും. അതെല്ലാം ഞാൻ എൻജോയ് ചെയ്തേക്കുന്ന വ്യക്തിയാണ്. പിന്നെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വൈഫ് ഹൗസ് ട്രിവാൻഡ്രം. അപ്പോൾ നാച്ചുറലി അവിടെ പോകുമ്പോൾ ഏർലി ഡേയ്സിലൊക്കെ ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും ഞാനാണ് ഓടിക്കുന്നത്. പിന്നെ എൻ്റെ വൈഫ് വളരെ എൻജോയ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. വൈഫ് പ്രത്യേകിച്ച് ഷീ ആക്ച്വലി ചെറുപ്പം മുതലേ ഡ്രൈവിംഗ് ഫാമിലി തന്നെ ഈ പറയുന്ന ഓട്ടോമൊബൈൽ ഫാമിലിയാണ്. അപ്പോൾ ഷീ ഹാസ് വളരെ ഏർലിയ സ്റ്റേജിൽ തന്നെ ഡ്രൈവിംഗ് പഠിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. വൈഫ് ശരിക്കും നല്ല രീതിയിൽ ഇവിടുന്ന് ട്രിവാൻഡ്രം ഒക്കെ തന്നെ മീൻസ് അതൊക്കെ വളരെ ഞങ്ങളിപ്പോൾ 22 years ആയി മാരേജ് ആയിട്ട്. അപ്പോൾ ആ ടൈം മുതലേ ഒറ്റയ്ക്കും അല്ലെങ്കിൽ പലപ്പോഴും പല സോളോ ഡ്രൈവേഴ്സും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മേ ബി സൗജേട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് സൗജേട്ടൻ്റെ വൈഫിനെ വെച്ച് നമുക്ക് എപ്പിസോഡ് എക്സ്പെക്ട് ചെയ്യാം, ഒരു മിനി കൂപ്പർ ഡ്രൈവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഷീ ഓൾസോ എൻജോയ്സ് ഡ്രൈവിംഗ് ആൻഡ് വെരി പാഷനേറ്റ് ഓൾസോ. ഇപ്പം മെക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഷീ ഈസ് എൻജോയിങ് ഇറ്റ്. അതും പിള്ളേർ ഊട്ടിയിലൊക്കെ പഠിക്കുമ്പോൾ ഷീ ഗോസ് അലോൺ ആൻഡ് ഷീ കംസ് ആൻഡ് സംടൈംസ് ഷീ സേസ് ദാറ്റ് വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് ഇതിൻ്റെ മെക്കാൻ ഒരു പ്രാവശ്യം ഒരു ട്രയലായിട്ടാണ് പോയത്. പക്ഷെ അതിനുശേഷം പുള്ളി ഷീ ആക്ച്വലി ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് കാർ. No, Porsche has always been a driver's vehicle. So she chose this proper car. So good to know she's enjoying this kind of drives. അപ്പോൾ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇത്രയും ബിസി ആയിട്ടുള്ള സാബുചേട്ടൻ എങ്ങനെയാണ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുന്നത്? ബാലൻസ്, കാർ, വർക്ക്, ഫാമിലി, സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. സോ ദാറ്റ് വാസ് എ ക്വൈറ്റ് ഗുഡ് ടൈം വിത്ത് യു സാബുചേട്ടാ. താങ്ക് യു ഫോർ യുവർ ടൈം. ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു യു. Pleasure. Thank you. Good luck also. Shankar, I really enjoyed the way we interacted, and for me also it was a great moment, and thank you very much. Thank you. എനിക്ക് കുറച്ചും കൂടി ഫെർദർ പോകണമെന്നുണ്ട്, പക്ഷേ വീൽ കം സൂൺ. സാബുചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. വി ക്യാൻ ഹാവ് അനദർ എപ്പിസോഡ് വിത്ത് ഹിം എനി ടൈം. എന്ന് വെച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻ, എന്ന് വെച്ചാൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കുള്ള ആൻസറാണ് സാബുചേട്ടൻ തരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കഴിയുന്നില്ല, ഇങ്ങനെ പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് അഗെയിൻ സാബുചേട്ടാ. കൺഗ്രാറ്റ്സ് ആൻഡ് ഗുഡ് ലക്ക് ഫോർ എവറിത്തിങ്. Pleasure. Thank you.